മദ്യവിരുദ്ധ കമ്മീഷൻ സെക്രട്ടറിയും കൂടിയായ ബഹുമാനായ ഫാദർ ജോൺ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അഭിമന്യ യുഗാനന്ദ മാത്യയുടെ പിതാവ്, നമ്മുടെ സംഘടനയുടെ പ്രോഗ്രാം സെക്രട്ടറി ശ്രീ പ്രസാദ് ഗുരുവാണ്, ഫിനാൻസ് സെക്രട്ടറി ശ്രീ പ്രാപ്തയാണ് എന്ന് തെളിയിക്കുന്ന അവസരം. നമ്മൾ പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ KCDCയുടെ ഏതാണ്ട് 32 കമ്മീഷനുകളിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങുന്ന ഒരു കമ്മീഷനാണ് മദ്യവിരുദ്ധ കമ്മീഷൻ, അല്ലെങ്കിൽ KCDC മദ്യവിരുദ്ധ സമിതി. അതിന്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. എത്ര സമരം ചെയ്തിട്ടും എത്ര സത്യാഗ്രഹം ചെയ്തിട്ടും KCDC മദ്യവിരുദ്ധ സമിതി മാത്രമല്ല, പല സമിതികളും സമരം ചെയ്തിട്ടുണ്ട്. ബാറുകളുടെ എണ്ണവും മദ്യത്തിന്റെ ലഭ്യതയും അതിന്റെ വിപണനവും എല്ലാം നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എത്രമാത്രം ശക്തിയായിട്ട് മദ്യവിരുദ്ധ പ്രവർത്തനം നടക്കുന്നോ അതിന്റെ 10 മടങ്ങ് ശക്തിയായിട്ട് മദ്യവും ലഹരിയും യഥേഷ്ടം നമ്മുടെ നാട്ടിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ആദരണീയനായ ജോൺ ഡീലക്ഷൻ, ശ്രീമാൻ പ്രസാദ് കുരുവിട, നമ്മുടെ ഫിനാൻസ് സെക്രട്ടറി ശ്രീ BD രാജു, മദ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന തലത്തിലും രൂപതാ തലത്തിലും ഇടവകളിലുമൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഇതിൻ്റെ ഭാരവാഹികളെ, ഈ സമിതിയിലെ പ്രവർത്തന ശ്രീമാൻ പ്രസാദ് കുരുവിട, എനിക്ക് തോന്നുന്നു ഈ കാലം നമുക്ക് നൽകിയ ഒരു നല്ല നേതൃത്വമാണ്. വളരെ തീഷ്ണതയോടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. സംസ്ഥാന മീറ്റിങ്ങും ഇന്നത്തെ മീറ്റിങ്ങും എല്ലാം ക്രമീകരിക്കുന്നതിൽ അതീവ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തി. കൊടിതോരണങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ ഭവനത്തിലും മറ്റിട പ്രസംഗം തന്നെ എന്നെ ഏറെ സ്വാധീനിച്ചു. നമ്മുടെ കത്തോലിക്ക സഭയുടെ KCDCയുടെ ടെമ്പറൻസ് കമ്മീഷൻ മദ്യവിരുദ്ധ സമിതി 27 വർഷം പൂർത്തിയാകുമ്പോൾ അവൾ പ്രായപൂർത്തിയായ ഒരു സംഘടനയാണ്. വിവേകത്തോടും വിവേചനത്തോടും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഈ സംഘടന പ്രാപ്തയായി. അഭിമന്യനായ സെബാസ്റ്റ്യൻ മണിയപ്പുരയ്ക്കൽ പിതാവിനെ പരിചയപ്പെടുത്തേണ്ട കാര്യങ്ങളെല്ലാം സീറോ മലബാർ സഭയിലെ കുര്യ മെത്രാനാണ്. നമ്മുടെ സഭയുടെ നിലപാടുകൾ കൃത്യമായി പാലിക്കുന്ന ഒരാളാണ്. ആ പറഞ്ഞത് തന്നെ പാലിക്കാൻ മനസ്സുറപ്പിച്ചിട്ടുള്ള ഒരാൾ. കുര്യായുടെ പ്രവർത്തനത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപക്ഷെ കൃത്യമായിട്ട് അറിവുണ്ടാകില്ല. ഞാനും കുര്യ മെത്രാനായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. നല്ല അയൽക്കാരനും നല്ല ഒരു ശ്രേഷ്ഠാചാര്യനും നല്ല ഇടയനും കാഞ്ഞിരപ്പള്ളിക്കാരനും നല്ല ഒരു ക്രിസ്ത്യാനിയും, ഇതൊക്കെയാണ്
നമ്മുടെ വന്യപിതാവ്. ഈ പിതാവിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നമ്മുടെ KCBC മദ്യവിരുദ്ധ കമ്മിറ്റിയുടെ ഫസ്റ്റ് വൈസ് ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്നു. ഏറ്റവും കൃത്യമായ ഭാഷയിൽ പിതാവേ അങ്ങേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞു വന്നത് അരീക്കലശൻ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പ്രായത്തിനൊത്ത പ്രവർത്തനവും ശൈലിയുമല്ല. കേരളത്തിൽ ഏത് രൂപതയിൽ എപ്പോൾ വിളിച്ചാലും അദ്ദേഹമുണ്ട്. എങ്ങനെയാണ് KCBC മദ്യവിരുദ്ധ സമിതി KCBC ഈ വിഭാഗത്തിൻ്റെ ചെയർമാനായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന യുവനന്മാർ തെഡോഷ്യസ്, സെക്രട്ടറി പ്രിയപ്പെട്ട ജോൺ അരീക്കലച്ച, ശ്രീ VV രാജു, പ്രിയപ്പെട്ട ശ്രീ പ്രസാദ് കുരുവിള, ശ്രീമതി ദീപ്തി മേരി, വേദിയിലുള്ളവരും സദസ്യരുമായ പ്രിയ സഹോദരി സഹോദരന്മാരെ, അരീക്കലച്ചനും പിതാവും ഈ മീറ്റിങ്ങിന് രാവിലെ ഉച്ചകഴിഞ്ഞ് ഏതെങ്കിലും ഒരു സമയത്ത് വരണം എന്ന് പറഞ്ഞത് ഞാൻ ആദ്യം ഉച്ചകഴിഞ്ഞ് സംബന്ധിച്ചിരുന്നു. പിന്നീട് എനിക്കൊരു ആവശ്യം വന്നുകൊണ്ടാണ് രാവിലെ വരാമെന്ന് പറഞ്ഞത്. അതിനെതിരെ ഒരു ധാരണയിലെത്തിയിരുന്നു. കാക്കനാട് മൗണ്ടസ് എന്ന ഹൗസിൽ ഇപ്പോഴൊരു ദേവുള്ളി സെമിനാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. 150-200 പേര് വലിയതായിരുന്നു ഇനാഗുറേഷൻ. ആ സമയത്ത് അവിടെ ഉണ്ടാക്കിയത് 11 മണിക്കാണ് മീറ്റിംഗ് സമാപിച്ചത്. അതുകൊണ്ടാണ് ട്രാഫിക് ബ്ലോക്ക് അതുകൊണ്ട് ഞാൻ എത്താനായിട്ട് താമസിച്ചത്. എങ്കിലും പിതാവ് എന്നെ കാത്തിരുന്ന വിനോദത്തോടുകൂടി ഈ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് നിയമിച്ചത് എൻ്റെ യോഗ്യത കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഹൃദയ നന്മ കൊണ്ട്. അത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരേ തസ്തികയിൽ ഒരേ ശുശ്രൂഷയിൽ വ്യാപരിക്കുന്നവരാണ് ബിഷപ്സ് നിലയിൽ. ഇതിനേക്കാളുപരി മലങ്കര ഈ ഓറിയന്റൽ സഭകൾക്കുള്ള ഓറിയന്റൽ സഭകൾക്ക് ഒരു പ്രത്യേക സംവിധാനമാണ്. സഭയുടെ കേന്ദ്ര കാര്യാലയത്തിൽ അതിന് പറയുന്ന പേരാണ് കുര്യ. അവിടെയുള്ള ബിഷപ്പായിട്ട് അച്ഛന് തിരുവനന്തപുരത്തും ഞാനിവിടെ കാക്കനാട്ടും ഒരേ തസ്തികയിൽ അങ്ങനെ ശുശ്രൂഷ ചെയ്തവരാണ്. പിന്നീട് പിതാവ് മൂവാറ്റുപുഴ രൂപതാധ്യക്ഷനായിട്ട് മാറി. എങ്കിലും ഞാൻ മൂവാറ്റുപുഴ വഴി കടന്നു പോകുമ്പോഴൊക്കെ പിതാവിനെ വിളിക്കാറുണ്ട്. പിതാവും പല കാര്യങ്ങളും ഒരുമിച്ച് ഒരിക്കൽ ബാങ്കോക്കിലൊരു മീറ്റിങ്ങിന് മീറ്റിങ്ങിന് പോയി. ഇങ്ങനെ പല കണ്ടുമുട്ടലുകൾ വഴി ഞങ്ങൾ തമ്മിലൊരു ദൈവപരമായ അടുപ്പം ശുശ്രൂഷയുടെ പേരിലും എല്ലാം ഉണ്ട്. രൂപതയായി തിരഞ്ഞെടുക്കപ്പെട്ട മാനന്തവാടി രൂപതയ്ക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുന്നു. മാനന്തവാടി രൂപതയുടെ പ്രസിഡന്റും ഡയറക്ടറും ഭാരവാഹികൾക്കും ഈ സമയം വേദിയിലേക്ക് കടന്നു വരാവുന്നതാണ്. അഭിനന്ദനായ സെബാസ്റ്റ്യൻ മാണിയപ്പൻ പിതാവ് അവർക്ക് അവാർഡ് സമ്മാനിക്കുന്നത്. പിതാവിന്റെ പേരിൽ മതിലൂരിലെ ടെമ്പറൻസ് കമ്മീഷൻ നൽകിയിരിക്കുന്ന പുരസ്കാരമാണ്. ഈ പുരസ്കാരത്തിന് അർഹമായിരിക്കുന്നത്
മാനന്തവാടി അതിരൂപതയുടെ മാനന്തവാടി രൂപതയാണ്. തിരുപതിയല്ല, മാനന്തവാടി രൂപതയാണ്. നമുക്ക് കൈയടിച്ച് അവരെ നൽകും. രണ്ടാമത്തെ പുരസ്കാരം മറിയ മൈക്കല മെമ്മോറിയൽ പുരസ്കാരം നേടിയിരിക്കുന്നത് കൊല്ലം രൂപതയാണ്. അവർ എത്തുന്നതേ ഉള്ളൂ. ഒരു പക്ഷേ ഉച്ചയ്ക്ക് എത്തുമെന്നുള്ള ഉച്ചയ്ക്കെങ്കിലും എത്തുമെന്നുള്ള വിശ്വാസത്തിൽ അവരെത്താത്തതുകൊണ്ട് മൂന്നാമത്തെ സ്ഥാനം നേടിയിരിക്കുന്നത് വരാപ്പുഴ അതിരൂപതയാണ്. വരാപ്പുഴ അതിരൂപതയെയും ഡയറക്ടർസിനെയും വരാപ്പുഴ അതിരൂപതയിലെ ഇടപെടായ ഭാരവാഹികളെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കും. കൊല്ലം അതിരൂപത താമസിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെയെങ്കിൽ അടുത്ത മീറ്റിംഗിൽ കൈകാര്യം ചെയ്യാം. ഫാദർ പോൾ കാനാച്ചിറ നൽകുന്ന പുരസ്കാരമാണ് വരാപ്പുഴ അതിരൂപതയ്ക്ക് ലഭിക്കുന്നത്. മൂന്ന് രൂപതകൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി നേരുന്നു. അധ്യക്ഷൻ KCBC മധ്യവർഗ കമ്മീഷൻ ചെയർമാനുമായ അതിഗംഭീര യൂഹന്നാൻ മാർ യോഡേഷ്യസ് പിതാവേ, ഈ സമ്മേളനത്തിന് ഉദ്ഘാടനം നിർവഹിച്ച സീറോ മലബാർ സഭ കൂരിയ വിദ്വാനും KCBC മധ്യവർഗ കമ്മീഷൻ വൈസ് ചെയർമാൻ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായവർ അവരുടെ കുടുംബങ്ങൾക്കും നൽകുന്ന ആത്മീയ പിന്തുണ തുടങ്ങിയവ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. Let's begin this afternoon on an energetic and vibrant note, presenting a spirited flash mob by the talented students of Lourdes College of Nursing, Ernakulam. Let their graceful step echo our collective stand against addiction. ും
മാനവരാശിയെ മാരകമായി നശിപ്പിക്കുന്ന മദ്യപാനം, മയക്കുമരുന്ന് ഉപയോഗം എന്നീ തിന്മകൾ ഞാൻ വെറുക്കുന്നു. അവയ്ക്കെതിരെ ഉണർന്നു പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ആരോഗ്യത്തെയും കുടുംബസമാധാനത്തെയും നാടിന്റെ പുരോഗതിയെയും തകർക്കുന്ന ഈ തിന്മകൾക്ക് ഞാൻ ഒരിക്കലും അടിമയാകില്ല. അവയ്ക്ക് ഇട നൽകുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഞാൻ ഒഴിവാക്കും. ലഹരിക്ക് അടിമകളായവരെ പിന്തിരിപ്പിക്കുവാൻ ഞാൻ പരിശ്രമിക്കും. മാനസികവും ശാരീരികവുമായി ആരോഗ്യമുള്ള തലമുറയ്ക്കായി ഞാൻ അധ്വാനിക്കും. എന്റെ നാടിന്റെ ക്ഷേമത്തിനായി ഞാൻ എന്നെ വിശുദ്ധമായി സമർപ്പിക്കുന്നു. ജയ് ഹിന്ദ്. Yohanan Mar Theodosius to receive the lantern from the Mr. V.D. Sadishan. തിരുമേനി, നമ്മുടെ ഈ അനുഗ്രഹ ഭാഷണം നടത്തുന്ന കേരളത്തിലെ മദ്യവിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ നെടുന്തൂണായ അഭിവന്ദനായ ജോഷുവ മാർ ഇഗ്നാത്യോസ് തിരുമേനി, എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ ഫാദർ തോമസ് തറയിൽ, ഫാദർ ജോൺ അലിക്കാട്, ശ്രീ പ്രസാദ് തിരുമല ഉൾപ്പെടെയുള്ള KCBC മദ്യവിരുദ്ധ സമിതിയുടെ നേതാക്കളെ, വൈദിക ശ്രേഷ്ഠരെ, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രതിനിധികളെ, പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യമായി അരമണിക്കൂർ വൈകിയാണ് വന്നത്. അതിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മൊത്തത്തിലുള്ള പരിപാടി നിങ്ങൾക്കുണ്ടായ അസൗകര്യത്തിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. KCBC മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ നിരവധി വർഷങ്ങളായി മദ്യത്തിനും ലഹരി മരുന്നിനും എതിരായിട്ടുള്ള വലിയ പോരാട്ടം നടത്തുകയാണ്. ഈ പോരാട്ടം നടത്തുന്നവരെല്ലാം ചിലപ്പോൾ സമൂഹ മധ്യത്തിൽ പരിഹസിക്കപ്പെടും, ചിലപ്പോൾ അപമാനിക്കപ്പെടും. ധാരാളമായി കളിയാക്കപ്പെടുന്നവരാണ് മദ്യവിരുദ്ധ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ആളുകളെല്ലാം, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. പക്ഷെ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് നമ്മുടെ മത്തായിയുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അധർമ്മം പെരുകുമ്പോൾ അനേകരുടെ സ്നേഹം തണുക്കും, പക്ഷെ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. ഇത് അവസാനം വരെ, ഇതിന്റെ ലക്ഷ്യം കാണുന്നത് വരെ സഹിച്ചു നിൽക്കുന്നവരാണ് വിജയിക്കുന്നത്. ആ ഒരു പോരാട്ടമാണ് KCBCയുടെ മദ്യവിരുദ്ധ സമിതി നടത്തുന്നത് എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഒരു പോരാട്ടമാണ്. എന്തോരം പരിഹസിക്കപ്പെടുന്നുണ്ടെന്ന് നന്നായി അറിയാവുന്ന ഒരാളാണ് ഞാൻ. ഞങ്ങളുടെ നിയമസഭയിൽ കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചോദിച്ചു. ഒന്നല്ല, 2 ചോദ്യം ചോദിച്ചു. ഒരു ചോദ്യം 2016 മുതൽ 2025 വരെ സർക്കാർ എയ്ഡഡ് മേഖലയിൽ എത്ര വിദ്യാലയങ്ങൾ തുടങ്ങിയിട്ടുണ്ട്? 1 വർഷത്തിനിടെ. അതിന് കിട്ടിയ ഉത്തരം ഒന്നുമില്ലാന്ന്, ഒരു വിദ്യാലയം തുടങ്ങിയിട്ടില്ല. രണ്ടാമത്തെ ചോദ്യം 2016 മുതൽ 2025 വരെ 9 വർഷത്തിനിടയിൽ എത്ര ബാറുകൾ തുടങ്ങിയിട്ടുണ്ടെന്നാണ് പുതിയതായി. ഒന്നുമില്ല എന്നല്ലായിരുന്നു മറുപടി. 825 ബാറുകൾ പുതിയതായി തുടങ്ങിയെന്നായിരുന്നു മറുപടി. അതാണ് ശ്രീ സ്വാഗത പ്രസംഗത്തിൽ ശ്രീ പ്രസാദ് ഗുരുവിനെ ഇവിടെ സൂചിപ്പിച്ചത്. ആർക്കും അപേക്ഷിച്ച് എല്ലാവർക്കും കിട്ടും, എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പ്രൊവിഷണൽ സ്റ്റോറിലും സൂപ്പർ മാർക്കറ്റിലും കൂടി കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പോൾ അതിന്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് പോയി ലഹരി മരുന്നിന്റെ തലസ്ഥാനമായി കേരളം മാറിയാണ്. ഞാൻ പണ്ട് കളിയാക്കി പറയും, പഞ്ചാബിലായിരുന്നു വെള്ളമടി 1-ാം സ്ഥാനം, മദ്യപാനം 1-ാം സ്ഥാനം. അത് നമ്മുടെ ആളുകൾ എല്ലാവരും ചേർന്ന് കടുത്ത മത്സരം നടത്തി പഞ്ചാബിനെ തോൽപ്പിച്ച് കേരളം 1-ാം സ്ഥാനത്തെത്തി. ലഹരി മരുന്നിലും പഞ്ചാബായിരുന്നു 1-ാം സ്ഥാനം. നല്ല മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ പഞ്ചാബിനെ പിന്തള്ളി അക്കാര്യത്തിലും 1-ാം സ്ഥാനം നേടുന്ന സ്ഥിതിയിലേക്ക് കേരളം വരികയാണ്. ഇവിടെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ ഒന്നും
വയസ്സായി, 4 സർജറിയാണ് നടത്തിയത്, 2 കൊച്ചു പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. ഈ സംസ്ഥാനത്ത് ഈ അടുത്ത സമീപകാലത്ത് 15 കേസുകളാണ് മക്കൾ മാതാപിതാക്കളെ കൊണ്ട കേസ്. നമ്മളങ്ങനെ കേൾക്കാറുണ്ട്. മക്കൾ മാതാപിതാക്കളെ കൊണ്ട കേസ് 15 രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. കുടുംബാംഗങ്ങളെ കൊല്ലുന്നത് വ്യാപകമാണ്. അവരാരാണെന്ന് അവർക്ക് പോലും അറിയില്ലെന്ന് കഴിച്ചു കഴിയുന്നു. ഇത് കുടുംബങ്ങൾ തകരുകയാണ്. ഞാൻ പറയുന്നു, ഇത് ലഹരി എന്ന് പറയുന്നത് ബങ്കർ ബസ്റ്റർ ബോംബാണ്. എന്താണ് ബങ്കർ ബസ്റ്റർ ബോംബ്? നമ്മുടെ ആയുധമുലയിലെ ഏറ്റവും ശക്തിയേറിയ മാരകമായ ബോംബാണ്. മാസീവ് പെനട്രേറ്റീവ് എന്നാണ് പറയുന്നത്. മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റീവ് എന്ന് പറയുന്നത് അമേരിക്കൻ ആയുധ ശേഖരത്തിലെ ഏറ്റവും മാരകമായ ബോംബാണ്. അതിന്റെ ബങ്കർ എന്ന് പറയുന്നത് നമ്മുടെ സുരക്ഷിത താവളം അല്ലെ? ബങ്കർ നമ്മുടെ സുരക്ഷിത താവളം ഏതാ? നമ്മുടെ വീടാണ്. ബസ്റ്റർ എന്ന് പറഞ്ഞാൽ തകർക്കുക എന്നതാണ്. ബങ്കർ ബസ്റ്റർ നമ്മുടെ സുരക്ഷിത താവളത്തെ തകർക്കുന്നത്. ഭൂമിയിലിട്ട് തുളഞ്ഞു കയറിയ അടിയിലേക്ക് പോയിട്ട് അടിയുള്ളതെല്ലാം തകർക്കും. അപ്പൊ ബങ്കർ എന്ന് പറയുന്നത് നമ്മുടെ വീട്, നമ്മുടെ സുരക്ഷിത താവളത്തെ തകർക്കുന്ന ബങ്കർ ബസ്റ്റർ ബോംബാണ് ലഹരി. കുടുംബം തകർക്കോ? കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയിൽ ഒരു ചെറുപ്പക്കാരനെ എഞ്ചിനീയറെ അറസ്റ്റ് ചെയ്തു. ഇടത്തരം കുടുംബത്തിൽപ്പെട്ട, അറിയപ്പെടുന്ന കുടുംബത്തിൽപ്പെട്ട ഒരാളെയാണ്. എന്താണ് ഡാർക്ക് വെബ് നിയന്ത്രിച്ചിരുന്നത് ഇയാളാണ്. എന്താ ഡാർക്ക് വെബ്? പിശാചിന്റെ ലോകം തന്നെ ഡാർക്ക് വെബ് എന്ന് പറഞ്ഞാൽ. പിശാചിന്റെ ലോകമാണ് ഡാർക്ക് വെബ്. അവിടെയാണ് ലഹരി മരുന്നിന്റെ ഇടപാട് നടക്കുന്നത്. അതിന്റെ നിയന്ത്രണമായിരുന്നു. അയാൾക്ക് മാത്രമല്ല, അയാൾക്ക് ഒരു ഭാര്യയുണ്ട്, ഭാര്യയ്ക്ക് അറിയില്ല. 4 വയസ്സുള്ള കുട്ടിയുണ്ട്, മാതാപിതാക്കൾക്ക് അറിയില്ല, അനിയത്തിന് അറിയില്ല, ബന്ധുക്കൾക്ക് അറിയില്ല. ബോംബ് വീണത്, ലഹരിയുടെ ബോംബ് വീണത് കുടുംബത്തിലേക്ക് മൊത്തമാണ്, ബന്ധുക്കളിലേക്ക് വീണില്ല അല്ലെ? എല്ലാവരും തകർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ പോവുകയാണ്. ഞങ്ങൾ നിയമസഭയിൽ അതിശക്തമായി കാര്യങ്ങൾ ഉന്നയിച്ചു. രണ്ടാമതൊരു ശ്രമം ഇപ്പോ പിടിക്കാനുള്ള ശ്രമം നടത്തിയത് ഞങ്ങൾ 2022 കൊണ്ടുപോകും. അതിശക്തിയായി പറഞ്ഞു. അന്ന് ഞങ്ങൾ കേരളത്തിലെ ഒരുപക്ഷെ ആദ്യമായി ഞങ്ങൾ പൂർണ്ണമായ പിന്തുണ ഗവൺമെന്റിന് വാഗ്ദാനം. ഗവൺമെന്റിന് പൂർണ്ണ പിന്തുണ. നിങ്ങൾ എന്ത് നടപടി സ്വീകരിക്കുക അതിന്റെ കൂടെ ഞങ്ങളുണ്ട്, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാവും. ആദ്യമായിട്ടാണ് അതുപോലത്തെ ഒരു പ്രഖ്യാപനം നിയമസഭയിൽ നടത്തിയത്. അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്യും. ഒന്നും ചെയ്തില്ല. പിന്നെന്താ, എക്സൈസിനും മറ്റേ പോലീസിനൊക്കെ ഉള്ള പരിപാടികളുടെ ബോധമല്ല. അവരിപ്പോ ഇവിടെ ഒരു യോഗരിക്കണമെങ്കിൽ അതിന്റെ പുറകെ കൊണ്ടുവന്ന് ഒരു ബാനർ കെട്ടിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് മുകളിലേക്ക് അയച്ചു. ഒരു പഞ്ചായത്ത് കമ്മിറ്റി കൂടുമ്പോൾ അതിന്റെ പുറകിൽ ഒരു ബോർഡ് വെച്ചിട്ട് അവരെ അയച്ചു കൊടുക്കും. ഇതാണ് അവരുടെ വിമുക്തിയ. ഞങ്ങൾ 2024 കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ 2022 പറഞ്ഞ ഭാഷയിലല്ല സംസാരിക്കും. ഞങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ജോലി അതല്ല. ബോധവൽക്കരണം നടത്താൻ ഇവിടെ നാട്ടിൽ ഒരുപാട് സംഘടനകളും പ്രസ്ഥാനങ്ങളുണ്ട്. ഗവൺമെന്റിന്റെ ജോലി എൻഫോഴ്സ്മെന്റ് ആണ്. എൻഫോഴ്സ്മെന്റ് അല്ലെ? എക്സൈസിന്റെയും പോലീസിന്റെയും ജോലി എൻഫോഴ്സ്മെന്റ് ആണ്. അപ്പൊ ഈ മന്ത്രിമാർ എപ്പോ ചോദിച്ചാലും ഒരു കണക്കെടുക്കും. എന്നിട്ട് 2010 ഇത്രയും കേസ് പിടിച്ചു, 15 ഇത്രയും കേസ് പിടിച്ചു, 21 ഇത്രയും കേസ് പിടിച്ചു, 24 ഇത്രയും കേസ് പിടിച്ചു. എന്താ കേസിന്റെ പിടുത്തത്തിന്റെ എണ്ണം കൂടുന്നുണ്ട്. അപ്പൊ എല്ലാവരും വീട്ടിൽ ഇത്രയും പിടിച്ചില്ലേ? ആരെയാണ് പിടിക്കുന്നത്? ഏറ്റവും അവസാനത്തെ കൺസ്യൂമറിനെ, ലാസ്റ്റ് ഭരിക്കുന്നവന് അവന് പിടിക്കുമ്പോൾ അവന്റെ കയ്യിൽ ക്വാണ്ടിറ്റി ഉണ്ടാവില്ല. NDPS ആക്ട് അനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി നോക്കിയിട്ടാണ് കേസെടുക്കുന്നത്. 2-3 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ നിർത്തിയിട്ട് അവനെ വിടും. അവനാ 3 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ പഠിക്കാൻ പറ്റില്ല. അതും കൂടി പുറത്തിറങ്ങിയിട്ട് വൈകിട്ട് വേണ്ടി പോകും ഇല്ലേ? അല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് ചാരായ വാറ്റുകാരെ പിടിക്കുമ്പോൾ അവര് റിമാൻഡ് ചെയ്ത് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ അത് എക്സൈസുകാരൊക്കെ തല്ലിപ്പൊളിച്ചതാണ്. വാറ്റാനുള്ള സാധനം കൂടി മാർക്കറ്റിൽ നിന്ന് മേടിച്ചുകൊണ്ട് തിരിച്ച് ജയിലിൽ നിന്ന് നാട്ടിലേക്ക് പോകും. ഇതൊരു ലുക്രേറ്റീവ് ബിസിനസ്സാണ്, വലിയ ബിസിനസ്സാണ്. ആ രീതിയിലാണ് നമുക്ക് അവിടെ എല്ലാം പിടിക്കും. അവരെ പിടിച്ചോട്ടെ. ഒരാളെ പിടിച്ചാൽ നമുക്ക് അറിയാമല്ലോ, കേരളത്തിലെ പോലീസിനും എക്സൈസിനും അതിന്റെ കരുത്തുണ്ടല്ലോ. അന്വേഷിച്ചു പോകണം, ഉറവിടങ്ങൾ നേടി പോകണം, ഉറവിടങ്ങൾ തകർക്കണം. ഉറവിടങ്ങൾ ഇങ്ങോട്ട് സപ്ലൈ ചെയ്താൽ അത് പിടിക്കാൻ ഇവിടെ ആള് വരും എന്നുള്ള തോന്നൽ ഉണ്ടാക്കണം, ഭയം ഉണ്ടാക്കണം. 2 സപ്ലൈ ചെയ്താണ് കേരളത്തിലെ ഏത് കുഗ്രാമത്തിലും
ഒരു മെറ്റീരിയൽ ആവശ്യപ്പെട്ടാൽ 10 മിനിറ്റിനും 15 മിനിറ്റിനും ഇടയിൽ കിട്ടും. എത്തിപ്പോ നിങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല, ഇതിന്റെ അപ്പുറത്താണിത്. 10 മിനിറ്റിനും 15 മിനിറ്റിനകം ഈ മെറ്റീരിയൽ കിട്ടും. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, കേരളത്തിൽ ലഹരി മരുന്നിന്റെ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് എത്ര ശക്തമാണ്. ഞങ്ങളിത് സ്റ്റഡി നടത്തിയതാണ്. ഞെട്ടിക്കുന്ന രഹസ്യങ്ങളാണ് ഇതെല്ലാം. കാര്യം ദൈവമേ, ഞാൻ നിയമസഭയിൽ പറഞ്ഞു, അറിയാവുന്ന കാര്യങ്ങൾ പുറത്ത് പറയാൻ പറ്റില്ല. അടുത്തൊരു കൂട്ടുകാരനും നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഓരോ കുടുംബത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ. കുറെ പേര് ഒളിച്ചു വയ്ക്കുന്നു, കുറെ സ്ഥാപനങ്ങളിലെ മേധാവികൾ അത് മറച്ചു വയ്ക്കുന്നു. കാരണം സ്ഥാപനത്തിന്റെ ഫെയിമോ ഇത് പുറത്തു വരുമ്പോ എത്ര കൊലപാതകങ്ങൾ നടക്കുന്നു, എത്ര ആക്രമണങ്ങൾ നടക്കുന്നു, സ്ത്രീകൾ എത്രമാത്രം അപമാനിക്കപ്പെടുന്നു. എന്ത് പ്രശ്നം ഉണ്ടായാലും, എന്ത് സാമൂഹ്യ വിപത്തുണ്ടായാലും നമ്മുടെ നാട്ടിൽ അതിന്റെ ആദ്യത്തെ ഇരകളായി മാറുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. സ്ത്രീകളും കുട്ടികളും അവരാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. ഈ മാരകമായ ലഹരിക്കെതിരെ, അമിതമായ ഈ മദ്യത്തിനെതിരായിട്ടുള്ള ഈ വലിയ പോരാട്ടത്തിൽ നമ്മളൊരു തീരുമാനമെടുക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. നമ്മുടെ സ്വപ്നവും പ്രതീക്ഷയുമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ എല്ലാവരുടെ കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങളെ കെണിയിലാക്കാൻ ചതിക്കുഴികളുമായി കാത്തിരിക്കുകയാണ് കുറെ മാഫിയ സംഘങ്ങൾ. അവർക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കില്ല, കേരളത്തെ വിട്ടുകൊടുക്കില്ല എന്നുള്ള തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത്. അതിന്റെ മുൻനിരയിൽ KCBC മദ്യവിരുദ്ധ സമിതി ഉണ്ടാകും എന്നെനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാവരും അതിനകത്തുണ്ടാകും. അവർക്കൊരു കേരളത്തിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയണം. അതിന്റെ മതിയാവും, കേരളത്തെ രക്ഷിച്ചേ മതിയാവും. ഈ പോരാട്ടത്തിന് എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് ഈ ജനകോടി യോഗത്തിനോട് അനുബന്ധിച്ച് നടക്കുന്ന ഈ സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. KCBC മദ്യവിരുദ്ധ സമിതിയുടെ ജനറൽ ബോഡി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന അഭിനയ യോഹാനൻ മാർട്ടിഡോഷ്യസ് തിരുമേനി ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ മിസ്റ്റർ വി ഡി സതീശൻ, ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, 1998 KCBC കുടുംബങ്ങളും സമൂഹവും നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഒരു പരിഹാരം കണ്ടെത്തുവാൻ മദ്യവിരുദ്ധ സമിതി രൂപീകരിക്കുകയും അഭിനന്ദ സൂസഭാഗ്യ പിതാവ് അതിൻ്റെ ചെയർമാനായും അതിൻ്റെ വൈസ് ചെയർമാനായി ഞാനും, പിന്നീട് 6 വർഷക്കാലം അതിൻ്റെ ചെയർമാനായി, അതിനുശേഷം 3 വർഷക്കാലം വൈസ് ചെയർമാനായി തുടർന്നതിന് ശേഷമാണ് ഞാൻ കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ ക്രൈസ്തവ, ഹൈന്ദവ, മുസ്ലിം സഹോദരങ്ങളുടെ ഒരു പ്രസ്ഥാനമാണത്. മദ്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഈ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നുവരെ പ്രവർത്തിച്ചു വരുന്നത്. ബുദ്ധിയുള്ള മൃഗമായ മനുഷ്യന്റെ ബുദ്ധിയെ നശിപ്പിച്ച് മൃഗതുല്യമാക്കി മാറ്റുന്ന ഒരു വലിയ പ്രക്രിയയാണ് ഈ മദ്യപാനത്തിലൂടെ നടക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. മാൻ ഈസ് എ റാഷണൽ അനിമൽ. ബുദ്ധിയുള്ള മൃഗമാണ്. അവൻ്റെ ബുദ്ധിയെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ അവൻ വെറും മൃഗമായി മാറുകയാണ്. ആ മൃഗീയമായ പ്രവർത്തനങ്ങൾ ഇന്ന് വ്യക്തികളിലും കുടുംബങ്ങളിലും കൂട്ടായ്മയിലും സഭയിലും സമൂഹങ്ങളിലും അരങ്ങേറുന്നു എന്നുള്ള ദുഃഖസത്യം മനസ്സിലാക്കിക്കൊണ്ട് സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യനെ ബന്ധിയാക്കി മാറ്റുകയല്ല, ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരികയാണ് നമ്മുടെ ദൗത്യമെന്ന ബോധ്യത്തോടു കൂടി പ്രവർത്തിച്ചു വരികയാണ് പ്രധാനം.
ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മദ്യവിരുദ്ധ പ്രവർത്തകരെ, ശുശ്രൂഷകരെ, സമയം എനിക്കറിയാം മുന്നോട്ട് പോയി. എനിക്ക് 2 മിനിറ്റ് മാത്രം മതി. ഇവിടെ ദീർഘമായ സന്ദേശങ്ങൾ നമ്മൾ കേട്ടു. KCBC മദ്യവിരുദ്ധ സമിതി കഴിഞ്ഞ 27 വർഷമായി ഒരു സാമൂഹ്യ തിന്മയ്ക്കെതിരെ പോരാടുകയാണ്. അത് കത്തോലിക്കർക്ക് വേണ്ടി മാത്രമല്ല, പൊതു സമൂഹത്തിന് വേണ്ടിയാണ്. ആ വലിയ ലക്ഷ്യം നമ്മൾ ഏറ്റെടുത്ത് മുന്നേറുന്നു. ഇവിടെ ഇത് 2ാം തവണയാണ് ബഹുമാന്യനായ സുവിശേഷ പ്രഘോഷകൻ എന്ന പേര് കേട്ട VD സതീശൻ സാറിനെ നമ്മൾ വിളിക്കുന്നത്. ഈ 2ാമത്തെ വിളിക്ക് ഒരു ഗൂഢാലോചനയുടെ ലക്ഷ്യമുണ്ട്. അടുത്ത തിരഞ്ഞെടുപ്പിലെങ്കിലും ഒരുമിച്ച് നിന്ന് ജയിക്കുമെങ്കിൽ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് സഭയോട്, പൊതുസമൂഹത്തോട് പ്രഖ്യാപിക്കണമെന്ന് വിനീതമായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഉമ്മൻചാണ്ടി അവരുകളെടുത്ത ആ നിലപാട് കാത്തു സൂക്ഷിക്കാൻ ബാധ്യതയുണ്ട്. അത് ഏത് പൊതു നേതാവിനും. അപ്പോൾ ഈ 2ാമത്തെ പ്രാവശ്യം ഇതേ സ്റ്റേജിൽ ഈ സമിതി തന്നെ വിളിച്ചപ്പോൾ ഈ ഒരു ലക്ഷ്യം ഞങ്ങളുടെ മനസ്സിൽ, നന്മയുടെ ലക്ഷ്യം ഞങ്ങളുടെ മനസ്സിലുണ്ട്. അത് അങ്ങയുടെ നേതൃത്വ നിലകളിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിയമസഭയിലും അണികളിലും ഈ ചിന്ത നൽകി ഈ സമൂഹത്തെ ഈ വിപത്തിൽ നിന്ന് സംരക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. We express our sincere gratitude to Honorable Mr. V.D. Sadishan, who took time out of his. മനുഷ്യനെ മൃഗമാക്കുന്നതിൽ നമ്പർ 1 മദ്യവും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവുമാണ് എന്നൊക്കെ വാർത്തകൾ, സംഭവങ്ങൾ ഇതൊക്കെ